അപ്പം പ്രൊഗ്നോസിസ് പറയുകയാണ് ഇവൾ സർവൈവ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അഥവാ അവൾ രക്ഷപ്പെട്ടാൽ തന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി, ഒന്നെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തളർന്നു പോയി. എന്താണ് സംഭവം? താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിജോമോൾ, ഇതിന് മമ്മി റോസമ്മ, എൻ്റെ മോള് എഡ്രില്ല. ഞങ്ങൾ ഇവൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഉമ്മിക്കുപ്പ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് UK-യിലായിരുന്നു. 2023 ഡിസംബർ 7-ാം തീയതി ഇവക്കൊരു പനി വരികയും, സാധാരണ കുട്ടികൾക്ക് വരുന്ന പോലെ ഒരു പനി വന്നതാണ്. ഞങ്ങളത്ര കാര്യമായി എടുത്തില്ല. 2 ദിവസം 3 ദിവസമായപ്പോഴത്തേക്കും ഇവൾ ഭയങ്കരമായി വീക്കാകുകയും ഫുഡൊന്നും കഴിക്കാതെ വരികയും ഫുൾ ടൈം ഉറക്കവുമായി. അപ്പോൾ കൊണ്ട് ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു. UTI ആണെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളുടെ പനി പോയി. പക്ഷേ അവൾ ഫുഡൊന്നും പിന്നെയും കഴിക്കുന്നില്ല. ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ പോലും ഇരുന്നിടത്തിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, ഞാനൊരു നേഴ്സാണ്, ഇതെത്തോ ശരിയല്ല എന്ന് തോന്നി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും അവരൊന്നും പ്രത്യേകിച്ച് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം ഇവിടെ കിടത്താമെന്ന് പറഞ്ഞു. ചെസ്റ്റ് എക്സ്റേ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതെല്ലാം നോർമലായിട്ടാണ് വന്നത്. രാത്രി 10 മണിയായപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ തന്നെ ഉണ്ടായിരുന്നതാണ്. അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. ഹസ്ബൻഡ് മാത്രമായിരുന്നു കൊച്ചിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. 10 മണിയായപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, മോൾക്ക് എന്തോ വയ്യാഴികയുണ്ട്, നീ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരാളെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ റെസ്പോൺസ് ചെയ്യുന്നില്ല, അൺറെസ്പോൺസീവായി. ഇവർക്ക് സീഷർ വരുന്നു, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. 1 മിനിറ്റ് കൊണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞു. ഇവിടെ പെട്ടെന്ന് തന്നെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. ഇൻറ്റുബേറ്റ് ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് ICU അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോക്ടേഴ്സോ ഇല്ലാത്തതിനാലും മെഡിക്കൽ അഡൽട്ടിൻ്റെ ഡോക്ടർ വന്നാണ് ഇൻറ്റുബേറ്റ് ചെയ്തത്. ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ പീഡിയാട്രിക് ICU ഇല്ലാത്ത കാരണം വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ 1 അവർ ജേർണി ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. അവിടെ നിന്ന് ആംബുലൻസ് വന്ന് ഇവിടെ രാവിലെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പീഡിയാട്രിക് ICU ഉള്ള UK-യിലെ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഇവരുടെ MRI സ്കാൻ അവർ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് അവളുടെ ബ്രെയിൻ ഫുള്ള് സ്വെല്ലിംഗ് ആണ്. ഒത്തിരി പ്രാവശ്യം അവൾക്ക് സീഷേഴ്സ് വന്നിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം വന്നതല്ല, കുറേ ദിവസങ്ങളായിട്ട് വരുന്നത് പോണക്കുള്ള ഒരു സീഷറിൻ്റെ ഒരു ഇത് കൂട്ട്. ഒരുപാട് അവളുടെ ബ്രെയിനിൽ സൂചി കിട്ടാൻ സ്ഥലമില്ലാത്തതുപോലെ സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ സെൽ ഡെത്തായ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സിന് അറിയില്ല. അവർ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങളിത് കാണുന്നില്ല, കൊച്ചിന് സീഷർ വന്നാൽ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുവരെ ഒരിക്കലും വന്നിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. അപ്പം പ്രൊഗ്നോസിസ് പറയുകയാണ് ഇവൾ സർവൈവ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അഥവാ അവൾ രക്ഷപ്പെട്ടാൽ തന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി, ഒന്നെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തളർന്നു പോയി. എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന കൊച്ചാണ് ഇന്ന് ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് 2 ദിവസം ആ സെയിം സ്റ്റേജിൽ തന്നെ അവൾ പോയി. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഡിസംബർ 13, 14 ദിവസങ്ങളിലാണ്. ആ ദിവസം എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. അവർ കൃപാസന മാതാവിൻ്റെ കാശുരവുമായിട്ട് വന്നു. അന്ന് രാവിലെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ പ്യൂപ്പിൾസ് എല്ലാം ഡയലേറ്റഡ് ആയി ആൻഡ് ഫിക്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കലിലുള്ളവരൊക്കെ അറിയാം, ഡെത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു സൈനാണ് പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആൻഡ് ഫിക്സ് ആകുക എന്നുള്ളത്. അതായിട്ടുണ്ട്. പിന്നെ ഇവിടെ കിഡ്നി ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല, യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 200-300 ml 15 മിനിറ്റ്സ് 20 മിനിറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു ബ്രെയിൻ ഡെത്തായി, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഐ ആം സോറി എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു.
അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഹാർട്ട് റേറ്റൊക്കെ നോക്കുമ്പം എല്ലാം കുറഞ്ഞു വരുന്നു. ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ രണ്ടുപേരും നേഴ്സാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിത് അനുവദിച്ചില്ല. ഒന്നും കൊണ്ടും ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒരു നേഴ്സല്ലേ, നിനക്ക് ഇത്രയും അവർ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, എന്തുകൊണ്ടാണ് നീ ഇത്ര റിലക്റ്റൻ്റായിട്ട് നിൽക്കുന്നത്, നിനക്ക് അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. നാട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചു. നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും മോളുടെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ വരെ വന്നു. ആ സമയത്ത് അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു, നിനക്ക് മോളുടെ കൂടെ ഒന്നുകൂടെ കിടക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ലാസ്റ്റായിട്ട് എന്നോട് മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോളാം എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ നാത്തൂൻ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കൈ പിടിച്ചുകൊണ്ട് മോളുടെ അടുത്ത് പോയി കിടന്ന് കരഞ്ഞിട്ട് ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് അന്നേരം പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കരയുമായിരുന്നു ഞാൻ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നു. മനസ്സെന്തോ ഒരു ശകല ശാന്തമായി കുറേ കറച്ച് കഴിഞ്ഞപ്പം പിന്നെ അന്നേരം ഇങ്ങനെ വെറുതായിട്ട് ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് കാണുന്നത്, ഫോണിൻ്റെ അകത്ത് എനിക്ക് ആരോ ഒരാൾ ഒരു കൃപാസനത്തിലെ ഒരു സാക്ഷ്യം വിട്ടേക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തതാണ്, എന്നിട്ട് ഞാൻ ഉടമ്പടിയിലൊന്നും ഫോളോ ചെയ്തിരുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആരോ എനിക്കൊരു സാക്ഷ്യം വിട്ടിരിക്കുന്നു. അത് ഒരു US-ലുള്ള ഒരു പേരൻസ് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യമായിരുന്നു. ആ കുഞ്ഞിനെ ഇവിടെ ചെന്നൈയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാനൊരു അവസരം സാധിക്കില്ല? ഞാനും ഇവിടെ വന്നത് സാക്ഷ്യം പറയും. മാതാവേ, എൻ്റെ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മമ്മിയെ വിളിച്ചു. അപ്പം തന്നെ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി കൃപാസനത്തിൽ മമ്മി ഇപ്പം തന്നെ വേണം, ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത്, മമ്മി ഇപ്പം പറ്റുമോ എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു രാവിലെ പോകാമെന്ന് പറഞ്ഞു. മമ്മിയും ഡാഡിയും കൂടെ രാവിലെ ഇവിടെ വന്നപ്പം അച്ഛനെ കാണാനായിട്ടാണ് വരുവന്ന്. അവർ അച്ഛനെ കണ്ടിട്ട് അപ്പം മോളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നില്ല. പക്ഷേ ആരോ ഒരാൾ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, അവർ സഹായിക്കുന്ന ആരോ മമ്മിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് പ്രിൻ്റ് എടുത്ത് മാതാവിനെ കൊണ്ട് കാണിച്ചു. ആദ്യം അച്ഛൻ ഒന്നുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് പിന്നെയും മാതാവിൻ്റെ അടുത്ത് മമ്മിയുടെ നിന്ന് ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ആ സെയിം സമയത്താണ് UK-ൽ ഞങ്ങൾ സാധാരണ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് തരുന്നത്. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റില്ല എന്നൊരു പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഒരു CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ CT സ്കാൻ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതിന് സോറി പറയുന്നു, അങ്ങനെയല്ല കാര്യങ്ങൾ, നമ്മളുടെ ഡയഗ്നോസിസ് തെറ്റിപ്പോയി, അവൾക്ക് ബ്രെയിനിൽ സ്വെല്ലിങ്സ് വളരെ കുറയുന്നുണ്ട്, അവളുടെ പീപ്പിൾസിന് വന്ന ഇത് കൂട്ട് ചിലപ്പോൾ അവൾ ഹൈ ഡോസസ് മെഡിസിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് മെഡിസിൻ പോകുന്നുണ്ടായിരുന്നു. സീഷർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കാരണം ഒരുപാട് മെഡിസിനുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം അത് വരുന്നേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് 1000 നന്ദി അവിടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവൾ അതേപടി പോയി. 24-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് 24-ാം തീയതി തലേ ദിവസം 24-ാം തീയതി അവൾ ആദ്യമായിട്ട് കണ്ണ് തുറന്നു. പക്ഷേ ചലിക്കുന്നൊന്നും ഇല്ലായിരുന്നു. 25-ാം തീയതിയായി അവൾ പതിയെ മൂവ്മെൻറ്റുകളൊക്കെ ആയി. അപ്പം ഒരു നേഴ്സ് ഓടി വന്ന് പറഞ്ഞു കണ്ണ് തുറന്നു, അവൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മനസ്സിലായി അവൾ ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളോർത്ത് ഞങ്ങളെ കാണാതെ കരയുന്നതാണെന്ന് ഓർത്തു. അവളുടെ അടുത്ത് ചെന്നു, സമാധാനിപ്പിച്ചു. പക്ഷേ അവൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഈ നിമിഷങ്ങളിലെല്ലാം, ഞാനും എൻ്റെ ഹസ്ബൻഡും 5:30 എഴുന്നേൽക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, അതുപോലെ തന്നെ ജപമാല ചൊല്ലും. എന്നിട്ട് എന്നും വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവരുടെ തലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കും. മക്കൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് 2 മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോണക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 25-ാം തീയതിയായി. ഇപ്പം ഭയങ്കര കരച്ചിലായി. അപ്പം
ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കാര്യം ചെയ്യാം, ഇവള് കണ്ണൊക്കെ ഓപ്പൺ ചെയ്തല്ലോ, നമുക്ക് എന്നാൽ ഒന്ന് എക്സ്റ്റുബേറ്റ് ചെയ്യാം, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കാം, ചിലപ്പോൾ തന്നെ അപ്പം തന്നെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും, എല്ലാം റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവൾ ഭയങ്കരമായിട്ട് വയലൻ്റായി. ഇവൾ ട്യൂബേ കയറി പിടിച്ച് വലിച്ചു. എന്നിട്ട് തന്നെ ആ സമയത്ത് തന്നെ അവൾ ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവൾ ആസ്പിറേറ്റ് ചെയ്യും, ഇത് അതിനേക്കാളും വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യും കാലും തളർന്നു, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ഞാനവിടെ വീഴുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ അടുത്ത്. ഞാൻ പുറത്തിറങ്ങി വന്ന് എൻ്റെ മാതാവേ ഞാൻ എന്നെ ഇനി ചെയ്യുന്നേ എന്നോർത്ത് മൊബൈലെടുത്ത് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാം, റിക്വസ്റ്റ് ഇടാം എന്നോർത്തുകൊണ്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാൻ അന്നേരമാണ് എല്ലാവരും ഓൺലൈൻ ഉടമ്പടി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഓർത്തത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ഓർത്തിരുന്നത്. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ ഇരുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി, 10-25 മിനിറ്റായി ഞാൻ ഇറങ്ങിപ്പോന്നിട്ട്. ആരെയും കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് നേരത്തെ ഇറങ്ങി വരേണ്ടതാണ്, എന്താണ് വരാത്തതെന്ന് ഓർത്ത് ഞാൻ പിന്നെ അകത്ത് കയറി ചെന്നു. അകത്ത് കയറി ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അവളെ എക്സ്റ്റുബേറ്റ് ചെയ്ത് ട്യൂബിൽ നിന്നെല്ലാം മാറ്റി അവൾ ഫ്രീ ആയിട്ട് ഒരു ബൈപ്പാപ്പ്, ഒരു മെഷീനിൽ അവൾ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം മാതാവ്, ഞാൻ ഉടമ്പടി എടുത്ത അപ്പം തന്നെ മാതാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവളെ HUDയിലേക്ക് മാറ്റി. അവിടെ വെച്ച് ഇവൾ വർത്തമാനം പറയാനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പം സംസാരിച്ച് തുടങ്ങിയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയുള്ളത്. എന്തൊക്കെ ഡിസേബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അന്നത്തെ ദിവസം 26-ാം തീയതി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മോള് സംസാരിക്കാൻ തുടങ്ങി. അന്ന് തന്നെ ഇവളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാർഡിൽ വരുമ്പോൾ അവൾക്ക് എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റില്ല, അവൾ കിടക്ക് തന്നെയാണ്. 4 ഫിസിയോതെറാപ്പിക്കാർ വന്നിട്ട് ഒരുമിച്ചിരുത്തിയാണ് ഇവളെ പിടിച്ചേൽപ്പിച്ചിരുത്തുന്നത്. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും നടുവിലും കാലിലും പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് ചെയ്തത്. ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്തു. 2ാമത്തെ ദിവസം അവർ 2 സ്റ്റെപ്പ് നടത്തിച്ചു. 3ാമത്തെ ഇപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ കള്ളമാനുകളെ പോലെ തുള്ളിച്ചാടാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പറഞ്ഞു കൃപാസനത്തിൻ്റെ ഈ തൈലം തേച്ച് അവിടെ 2 കാലിലും ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഇവൾക്ക് വേണ്ടി വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ഒന്നും നടക്കില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു, കാരണം അവർ വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചു. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ 3ാമത്തെ ദിവസമായപ്പോൾ തന്നെ ആരുടെയും സപ്പോർട്ടില്ലാതെ അവൾ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ റിക്കവറായി. പക്ഷേ ഓരോ ദിവസവും ഡോക്ടേഴ്സ് വരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും, നീ എന്താണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, എന്ത് അത്ഭുതമാണ് ഇന്ന് കാണാനുള്ളത്? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതെന്താണ് സംഭവിക്കുന്നത്. ഇതുവരെ അവരുടെ ഡയഗ്നോസിസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അവർക്ക് ലംബർ പഞ്ചർ ചെയ്താലേ മെനിഞ്ചൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയാൻ പറ്റുള്ളൂ. മെനിഞ്ചൈറ്റിസ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാണോ ഇല്ലെന്ന് കൺഫേമും അല്ല. ഓരോ ദിവസവും ഇവൾക്ക് മെഡിസിനുകൾ കുറച്ച് കൊണ്ടുവന്നു. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ജനുവരി 19-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജിൻ്റെ സമയത്ത് പറഞ്ഞു, ഒന്നും കൂടെ ഞങ്ങൾക്കൊരു MRIയും ഒരു ലംബർ പഞ്ചറും ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. ലംബർ പഞ്ചർ നടുവിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതാണ്, അങ്ങനെ സ്പൈനൽ കോഡിൽ നിന്ന് അത് കുത്തിയെടുത്ത് വിട്ട ഞങ്ങൾക്ക് ഡിസ്ചാർജ് വന്നു. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അതൊരു ഇടുത്തി പോണക്കൊരു റിസൾട്ടായിരുന്നു. 1 മില്യണിൽ 2-3 പേർക്ക് സംഭവിക്കാവുന്ന ഒരു അപൂർവ ഡിസീസാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായ മോഗ് ആൻറ്റിബോഡി പോസിറ്റീവ് എന്ന ഒരു ഡിസീസാണ് എന്ന് പറഞ്ഞു. മോൾക്ക് അതാണ് എന്ന് പറഞ്ഞു. ആ ഡിസീസ് അതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, സ്റ്റിറോയിഡ്. അത് അവൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവളുടെ ഈ അസുഖം 1 വർഷത്തിനുള്ളിൽ തന്നെ പിന്നെ റിപ്പീറ്റ് ആകാമെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം 1 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പവുമില്ല. മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും തൈലം തേച്ച് ഇവിടെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എന്നും ഉപ്പ് കൊടുക്കും. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ അവൾ ഓടി വരും, മാതാവിനെ തൈലും ഉപ്പും തരാമെന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ പിന്നെ ഇവളതിന് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവൾ പറയുന്നതായിരുന്നു, മിറക്കിൾ മെഡിസിൻ എന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാജിക് മെഡിസിൻ എന്ത് എനിക്കത് താന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൈലത്തിന് വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ചെറിയ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. ആ സമയത്ത് അവളുടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളുടെ ഇൻ്റലിജൻസ്, അവളുടെ IQ വളരെ കുറവായിരുന്നു. 6 വയസ്സുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ആ പ്രായത്തിലുള്ള പിള്ളേരുടെ IQ അല്ലായിരുന്നു അവൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. അതിനേക്കാളും വളരെ കുറവായിരുന്നു. അതൊക്കെ മാറി അവളിപ്പം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തു, നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. UK ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ്, ഇവിടെ അറിയുന്ന ഡോക്ടേഴ്സാണ്. ഇനി എന്താണ് മുമ്പോട്ട്, ഞങ്ങൾ ഇനി ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ മെയ് മാസം 2024 മെയ് മാസം തന്നെ എനിക്കൊരു ഒന്ന് പറഞ്ഞു തരണം, എന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് 9 പ്രാവശ്യം ദിവസം ചെല്ലും, അല്ലെങ്കിൽ 18 പ്രാവശ്യം ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് ആ മാസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ തരികയും എനിക്ക് PR തന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾ ഈ നെക്സ്റ്റ് മാർച്ച് 23 UK പോവുകയും ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ 2019 ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് ഭയങ്കര കൂടുതലായി, ക്രിറ്റിക്കലായി. ഹോസ്പിറ്റലൊന്നും കിട്ടാതിരുന്ന സമയത്താണ്, അഡ്മിഷനൊന്നും കിട്ടാതിരുന്ന സമയത്താണ്. ഒരു ദിവസം വീട്ടിൽ ഓക്സിജനൊക്കെ കിടത്തേണ്ടി വന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. ആർക്കും ഫോൺ കിട്ടുന്നതല്ല, പക്ഷേ എന്തോ എനിക്ക് അച്ഛനെ അന്ന് ഫോണിൽ കിട്ടി. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, മാതാവും അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്തു. അതുപോലെ തന്നെ ഇവൾ വയ്യാണ്ടിരുന്ന സമയത്തും ഞാൻ ഒരുപാട് സമയത്ത് 2-3 പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്നോട് വന്ന് പറയുന്നതാണ് ഞാൻ കണ്ടത്, നീ ഉറങ്ങാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക എന്ന് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്ത്, അങ്ങനെ ഓരോ ദിവസങ്ങളിലും വളരെ പെട്ടെന്നാണ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്ത്. 1000 നന്ദി ഞാൻ മാതാവിന് അർപ്പിക്കുന്നു. ഇതാണ് ഞങ്ങൾ മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തെ ഫോട്ടോ. കാണാം, വെൻറ്റിലേറ്ററിലാണ്, ഫുൾ ട്യൂബ്സൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അവളുടെ ഡിസീസ് മോഗ് ആൻറ്റിബോഡി എന്നാണ് പറയുന്നതിന്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് വരുന്നത്, അതിന് ആദ്യത്തെ സൈൻ ആൻഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കണ്ണിലാണ് വരുന്നത്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക് നെർവിനെ അല്ലെങ്കിൽ സ്പൈനൽ നെർവിനെയാണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റിക് നെർവിൽ വരുവാണെങ്കിൽ കണ്ണിന് കാഴ്ച പോകും, അല്ലെങ്കിൽ സ്പൈനൽ കോഡിനാണെങ്കിൽ അതിൽ ബ്ലാഡറിൻ്റെ ഇതൊക്കെ പോകും. അതുകൊണ്ട് അതാണ് അതിന് വരുന്നത്. അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ബ്രെയിൻ ഫുൾ ഡാമേജ് ആകുന്ന ഒരു ഡിസീസാണ് അത്. അതിൽ നിന്നെല്ലാമാണ് മാതാവ് അവളെ ഇത്രയും കാര്യമായിട്ട് സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ ഇന്നാണ് ഉടമ്പടി എൻ്റെ 2019 എടുത്തതിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുതുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ UK ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവർക്കും സംഭവിക്കുന്നത് പോണക്ക് തന്നെ ഒരു പ്രാർത്ഥനയിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്ന ഒരു സമയമായിരുന്നു ഞങ്ങളുടേത്. അതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാതാവ് ഞങ്ങളെ വഴിയൊരുക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ ഹസ്ബൻഡ് വേക്കും, ഞങ്ങൾ 2 പേരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഞാൻ 2 പേരുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന മുടക്കാതെ ഞങ്ങൾ പോകും. എനിക്ക് ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റാത്തത് കാരണം എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾക്ക് പോകാൻ പറ്റും. കുമ്പസാരങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. നാട്ടിലാണ് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട്. അത് ഇവിടെ പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടല്ല, അതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഈ അൾത്താരിയിൽ വന്ന് അമ്മ മാതാവിനോടും ദൈവമാനോടും അടുത്ത് സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. അത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് എടുത്തത്. അത്
അവളുടെ IELTS വേണ്ടിയിട്ടാണ് അത് സാധിച്ചു തരികയും അവൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഈ 2 ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് വളരെ വിഷമമായി. ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ മോനും എൻ്റെ കൊച്ചുമോൾക്കും വന്ന സംഭവം. പക്ഷേ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ നാട് നടുങ്ങി അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവമാതാവ് ഉണ്ണീശോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ ഞങ്ങൾ ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറ്റുന്നത് പോലെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി ഇതുപോലെ വന്ന് മാസം തോറും ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോഡി കാര്യം പറഞ്ഞ് ഞാനാണ് വന്ന് ഈ ഇത് കാണിച്ച് അച്ഛനെ കണ്ട് എല്ലാം അച്ഛൻ പ്രാർത്ഥിച്ച് ഒത്തിരി സാധിച്ചനും ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വീണ്ടെടുത്ത് മാതാവും ദൈവകുമാരനും ഞങ്ങൾക്ക് ഈ മോളെ തിരിച്ചു തന്നതിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തുതി, നന്ദി.